നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി വേഗത്തിലിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവിക മുൻപാകെ ആയിരിക്കാം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അതിൻ്റെ താഴോട്ട് ഒരു വചനവും കൂടെ ഒന്ന് വായിക്കാമോ? അവനൊരു സ്വപ്നം കണ്ടു. അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. മതി. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശക്തിയോടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇന്ന് പകൽ ഒരു പ്രവചനാത്മാവിലുള്ളൊരു ദൂതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-27 അധ്യായങ്ങളൊക്കെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ചരിത്രം വ്യക്തമായി വേദപുസ്തകത്തിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. അബ്രഹാമിൻ്റെ മരണത്തിന് ശേഷമുള്ള ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നാം വായിച്ച വചനത്തിനകത്ത് അതിൻ്റെ അകത്തെ കേന്ദ്ര കഥാപാത്രമാണ് യാക്കോബ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ. താൻ ആയിരിക്കുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് പഴക്കമുള്ള സന്ദർഭങ്ങളാണ്. അതിൽ നിന്ന് വേറിട്ടൊരു ദൂത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ യാക്കോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ജന്മനാൽ തന്നെ, അവൻ്റെ പേര് കൊണ്ട് തന്നെ അവൻ ഉപായിയാണ്. തൻ്റെ അപ്പനെ പറ്റിച്ചു, തൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ചു. തൻ്റെ അർദ്ധരാത്രിയിൽ ജീവനുമായിട്ടുള്ള അല്ലെങ്കിൽ മരണഭയത്താൽ അവൻ തൻ്റെ പിതൃദേശത്തുനിന്ന് ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ, സൂര്യൻ അസ്തമിക്കുന്ന സന്ദർഭത്തിൽ താനൊരു ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ താൻ എത്തിച്ചേരുകയാണ്. അർദ്ധരാത്രിയിൽ താൻ കിടക്കാൻ വേണ്ടി അടുത്ത് കിടന്ന ഒരു കല്ലുകളിൽ നിന്നൊരു കല്ലെടുത്ത് താൻ തലയിണയായി വെച്ച് കിടന്നുറങ്ങുന്ന സന്ദർഭമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പലപ്പോഴും യാക്കോബിന്റെ ചരിത്രമൊക്കെ നാം പറയുമ്പോൾ അതിനകത്ത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒപ്പോസിഷൻ പോലെ അല്ലെങ്കിൽ ഒരു എതിരാളിയെ പോലെ ഏശാവിനെ കൊണ്ട് നിർത്താറുണ്ട്. യാക്കോബിന്റെ മാതാവ് യാക്കോബിനെ ഏറെ സ്നേഹിച്ചതായൊക്കെ കാണാറുണ്ട്. പക്ഷേ അവിടെ വ്യത്യസ്തമായ ഒരു ചിന്തയുണ്ട് പ്രിയരെ. യാക്കോബിനെ എന്തുകൊണ്ടാണ് തൻ്റെ മാതാവ് അധികമായി സ്നേഹിക്കാനുള്ള കാരണം? അവൻ രണ്ടാമത്തെ കുഞ്ഞായത് കൊണ്ട് മാത്രമല്ല. ഏശാവ് ആ കാലഘട്ടത്തിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ഏശാവ് ആ കാലഘട്ടത്തിൽ ജാതീയ സ്ത്രീകളിൽ ഒന്നിനെ വിവാഹത്തിന് വേണ്ടി എടുത്തു. യേശാവ് ജാതിക സ്ത്രീകളിൽ ഒന്നിനെ വിവാഹത്തിന് വേണ്ടി എടുത്തപ്പോൾ അമ്മയായ അവളുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മൂത്ത തലമുറ പിതാക്കന്മാർ ചെയ്തിട്ടില്ലാത്ത ജാതീയമായ വ്യവസ്ഥകളിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞിന് ആ അബദ്ധം പറ്റരുത് എന്ന് കരുതിയിട്ടാണ് അവൾ അവനെ ചേർത്ത് പിടിച്ച് വീട്ടിനകത്ത് തന്നോടുകൂടെ വളർത്തിയിട്ട് അവൾ പറയുന്നൊരു പദമുണ്ട്, നിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്റെ വീടുണ്ട്, അവിടേക്ക് നീ പോകണം. അവിടെ നിന്ന് നീ ഒരു പെൺകുട്ടിയെ നിന്റെ മണവാട്ടിയായി സ്വീകരിക്കണം. അമ്മയുടെ ഹൃദയത്തിന്റെ ഭാരം കൊണ്ടോ എൻ്റെ മൂത്ത
അടുത്ത തലമുറ ജാതീയമായ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീയെ വിവാഹം കഴിച്ചതുപോലെ ഈ തലമുറയ്ക്കുണ്ടാകരുതെന്ന് അവളുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട്. ഈ തലമുറയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവിക വിശ്വാസ്യതയിലും ദൈവിക പ്രമാണത്തിലും ദൈവിക വ്യവസ്ഥയിലും നിൽക്കുന്ന നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ പൊളിഞ്ഞു പോകരുതെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നു പകലും യാക്കോബിന്റെ മാതാവിനെ പോലെ ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കണമെന്ന് അകത്തളത്തിനകത്തൊരു പ്രാർത്ഥനയുണ്ടായിരിക്കണം. ഇന്നു പകല ക്രിസ്തീയ കുടുംബങ്ങൾക്കകത്തുനിന്നും അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങായി വിവാഹത്തെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നു പകൽ ഞാൻ ഇങ്ങനെ പറയാം, വേദപുസ്തകത്തിനകത്ത് ദൈവം വച്ച ഒരേ ഒരു ഉടമ്പടി ബന്ധമേ ഉള്ളൂ, അത് വിവാഹബന്ധമാണെങ്കിൽ ഇന്നു പകൽ ദൈവവചനം അത്രയും പ്രാധാന്യത അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നു പകൽ നിന്റെ കൂടാരത്തിനകത്തും ദൈവഹിതമില്ലാത്ത ഒരു കാട്ടുകഴുതകളോ പ്രവേശിപ്പാൻ ഇടവരുത്തരുത്. എന്നാ പാസ്റ്ററേ, ഇന്നു പകൽ ഇത്രയും കട്ടിക്ക് ദൂത് പറയണോ? എസ്രയുടെ പുസ്തകത്തിനകത്ത് അബ്രഹാമിന്റെ സന്തതികളെ വിളിക്കുന്നൊരു പേരുണ്ട്. ഇറ്റ്സ് എ ഹോളി സീഡ്, വിശുദ്ധ വിത്ത്. ഹലോ എസ്രയുടെ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് അബ്രഹാമിന്റെ സന്തതികളെ വിളിക്കുന്നൊരു പേരുണ്ട്. ഇറ്റ്സ് എ ഹോളി സീഡ്. അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അത് വിശുദ്ധ വിത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ഇന്നു പകൽ ഇതിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത് നിന്റെ ജീവിതത്തിനകത്ത് ഓടുന്ന രക്ത ഏതോ പാപത്തിൻ്റെതല്ല. ഇന്നു പകൽ വിശുദ്ധീകരിച്ച ആ രക്തമാണെങ്കിൽ ഇന്നു പകൽ നിന്റെ DNA മാറി, നിന്റെ ചരിത്രം മാറി. നിനക്ക് ഇമ്മലകളിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയില്ല. ഇമ്മലകളിൽ ആരുടെയൊക്കെ കൂടെ ജാതീയ മണ്ഡലങ്ങൾക്കകത്തായിരുന്നത് പോലെ ആയി തീരാൻ കഴിയില്ല. യു ആർ എ ഹോളി സീഡ്. ഈ തലമുറയിൽ വിശുദ്ധിയോടെ നിൽക്കാൻ തന്റെ ഇടമുള്ള തലമുറകളുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്റെ ദൈവം നിന്നെ മാനിക്കും, എന്റെ ദൈവം നിന്നെ മാനിക്കും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ വടിവിഴച്ചു പോയ തലമുറകളാണെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുവരാ എന്റെ ദൈവത്തിന് കഴിയും. കേട്ടോ, ഇന്ന് പകൽ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? എന്റെ കൂടാരത്തിനകത്ത് ഒരു ഇസ്മായേൽ ഉണ്ടാകരുത്. എന്താ ഇസ്മായേൽ എന്ന വാക്കിനർത്ഥം? അത് കാട്ടുകഴുതയാണ്. ദൈവഹിതമില്ലാത്ത ഇസ്മായേലുമാ എന്റെ കൂടാരത്തിനകത്ത് ഉണ്ടാകരുത്. ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആത്മമറവിൽ ആരാധിച്ചിട്ട് പറ, ഈ തലമുറയിൽ ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് ഒരു ദൈവിക വ്യവസ്ഥ വിട്ടൊരു ബന്ധം, ദൈവിക വ്യവസ്ഥ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയാ. ഇന്ന് പകൽ ഇതിനകത്ത് തന്റെ ഇടമുള്ള യൗവനക്കാരുണ്ടെങ്കിൽ നിന്നെ നോക്കി ദൈവം സാക്ഷ്യം പറയൂ, യു ആർ എ ഹോളി സീഡ്. നീ ഇന്ന് പകൽ വിശുദ്ധ വിത്താണ്. ക്രിസ്ത്യാനി എന്ന പേര് പോരാ. ഹലോ, ക്രിസ്ത്യാനി എന്ന പേര് പോരാ. ഏതെങ്കിലും പട്ടത്ത സഭകളിൽ അംഗത്വം പോരാ. പേരില്ലേലും ജീവന്റെ പുസ്തകത്തിൽ പേര് വേണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. യാക്കോബിന്റെ അമ്മ ഏശാവിന് അനുഗ്രഹം ലഭിക്കരുതെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം അവൻ ജാതീയ സ്ത്രീകളെ എടുത്തു. സ്ത്രീകളിൽ ഒന്നിനെ വിവാഹം കഴിച്ചു. അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹം, ഇസഹാക്കിന്റെ അനുഗ്രഹം ഏതെങ്കിലും ജാതീയ കുടുംബത്തിനകത്തല്ല വെളിപ്പെടേണ്ടത്, അത് വിശുദ്ധ വംശത്തിനകത്താണ് വെളിപ്പെടേണ്ടത്. ഇന്ന് പകൽ എന്റെ ദൈവം അനുഗ്രഹിക്കോ പാസ്റ്റേ, എന്റെ ദൈവം വിടുവിക്കോ പാസ്റ്റേ, എന്റെ ദൈവം സൗഖ്യമാക്കുമോ പാസ്റ്റേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാൻ ഒരേ ഒരു ദൂതയുള്ളൂ. വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവിക പ്രമാണത്തിൽ ജീവിക്കുന്ന, ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന, ഈ പുസ്തകത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്ന ഒരു വ്യക്തിയെയും എന്റെ ദൈവം തകർന്നു പോകാൻ ഈ തലമുറയിലും അനുവദിക്കത്തില്ല. കാരണം എന്റെ
എന്റെ ദൈവം അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ഹേ മാറാമാവ സഭയെ, ഇന്ന് പകൽ നിന്റെ കയ്യിലെ പണം കണ്ടല്ല നിന്റെ പക്ഷം കൂടുന്നവനല്ല എന്റെ ദൈവം. നിന്റെ ആരോഗ്യം കണ്ട് നിന്റെ പക്ഷം കൂടുന്നവനല്ല എന്റെ ദൈവം. നിന്റെ സൗന്ദര്യം കണ്ട് നിന്റെ പക്ഷം കൂടുന്നവനല്ല എന്റെ ദൈവം. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, He is a holy God. അവൻ വിശുദ്ധനായ ദൈവമാണ്. ഓ റിബാലാഥ റബാനാഥ സഭകൾക്കകത്ത് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, കുടുംബങ്ങൾക്കകത്ത് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വ്യക്തി ജീവിതങ്ങൾക്കകത്ത് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വിദ്യാലയങ്ങൾക്കകത്ത് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, സമൂഹത്തിനകത്ത് വിശുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഈ തലമുറയിൽ മാറി നിൽക്കാം. ചിലരെ ദൈവം വിളിക്കുകയാണ്. ബിക്കോസ് യു ആർ എ ഹോളി സീഡ്. നീ വിശുദ്ധ സ്വിത്താണ്, നീ വിശുദ്ധ സംഭവിയാണ്. ഇന്ന് പകൽ മാറി നിൽക്കാം. തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് പകൽ മാറി നിൽക്കട്ടെ. എത്ര വലിയ പാപത്തിന്റെ പ്രലോഭനങ്ങള് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നാല് ഞാനത് ചെയ്യില്ലെന്ന് തന്റെ ഇടത്തോടെ ഈ തലമുറയിൽ പറയാ. ഞാൻ ആലയം മുടക്കത്തില്ലെന്ന്, ആരാധന ഉപേക്ഷയായി വിചാരിക്കത്തില്ലെന്ന്, ദൈവകൃപ വിട്ടൊരു ജീവിതം എനിക്കില്ല എന്ന് പറയാ. തന്റെ ഇടമുള്ളൊരു തലമുറയുണ്ടെങ്കിൽ ഈ ഭാരത മണ്ണ്, ഈ തലമുറയിൽ ദൈവത്തെ അറിയോ. ഞാൻ കൊതിക്കുന്നു ഈ കുഞ്ഞാലയത്തിനകത്തുനിന്ന് അതുപോലെയുള്ള ആയിരക്കണക്കിന് അഭിഷിക്തന്മാരുടെ മേച്ചു വരട്ടെ, ആയിരക്കണക്കിന് പ്രവാചകിമാരുടെ മേച്ചു വരട്ടെ. വലിയൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരുന്നു കേട്ടോ. എന്നറിയില്ല, സാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. ചിലരുടെ ഇന്ന് പകൽക്കാലം വിശുദ്ധ ജീവിതം നയിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ട് നയിക്കാൻ കഴിയാതെ പുറകിലോട്ട് വലിക്കുന്ന ചില പാരമ്പര്യ ജഡത്തിന്റെ സ്വഭാവങ്ങളെ ആത്മാവ് ഇന്ന് പകൽ വെട്ടിമാറ്റി. ഇന്ന് പകൽക്കാല ചിലവിന് കൃപ നിന്റെ ബലഹീനതകളിൽ തികവുള്ളതാക്കുന്ന ദൈവകൃപ, നിന്റെ ബലഹീനതകളെ തികവുള്ളതാക്കുന്ന ദൈവകൃപ ആഴമായി ഇതിനകത്ത് ദൈവാത്മാവ് പകരുകയാണ്. ഒരു വ്യക്തി പോലും മൗനമായിരിക്കരുത്. ഇന്ന് പകൽ നിന്റെ തലമുറകള് സ്പർശിക്കുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. യാക്കോബിനോട് ദൈവം പറയുക, ഇത് നിന്റെ സന്തതികൾക്ക് അവകാശമായി കൊടുക്കാൻ. കാരണമെന്ത്? നീ നിന്റെ ചേട്ടനെ പോലെയല്ല, ഇന്ന് പകലിൽ ആമ വ്യത്യസ്തമായി മാറി നിന്ന What a mighty presence, what a mighty presence. Sharadhuri khamana thara Sharamana dhuri khamana Sharadhara rabara dalagadaga അർത്ഥമാണ് ദുരതലഘടക. ഒരമ്മയുടെ ആഗ്രഹം കണ്ടോ? എൻ്റെ കുഞ്ഞ് ജാതീയമായത് തുടരുത്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എങ്ങനെയെങ്കിലും ഈ ജീവിതം ജീവിച്ചു തീർക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? അതോ നിന്റെ കണ്ണടയുന്നതിനു മുമ്പ് നിന്റെ തലമുറകൾ വിശുദ്ധിയിൽ നിൽക്കുന്നത് കാണണമെന്നാണോ? നിന്റെ തലമുറ പ്രവചിക്കുന്നത് കാണണോ? നിന്റെ തലമുറ പ്രസംഗിക്കുന്നത് കാണണോ? നിന്റെ തലമുറ ദൈവരാജ്യത്തിനു വേണ്ടി ഓടുന്നത് കാണണോ?
നിന്റെ തലമുറ ദൈവത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നത് കാണണോ? അത് കാണണമെങ്കിൽ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോ. ദൈവഹിതമില്ലാത്തതൊന്നും നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടില്ല, വെളിപ്പെടില്ല, വെളിപ്പെടില്ല. ഇന്ന് പകൽ ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയതുപോലെ എന്റെ ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിന് ചുറ്റും ഇറങ്ങുന്നുണ്ട്. ദൈവിക ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. നിന്റെ തലമുറയെ ബന്ധിച്ചത്, അവിടെ ഭാവിയെ ബന്ധിച്ചത്, അവരെ ഒതുക്കിയവർ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തവർ, നിന്നെ അപമാനമാക്കി പാത്രമാക്കിയ ചിലവിനെ ആത്മാവ് അടിച്ചു പുറത്തു കളഞ്ഞിട്ട് നിനക്ക് ചുറ്റു ദൈവത്തിന്റെ വേലി ഇമ്മ പകൽ വേളി. We love you, Lord. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയ പരാജയം എന്തെന്ന് പറയട്ടെ? നമ്മുടെയൊക്കെ ചിന്ത ഇന്ന് നേരെ ആയില്ലേലും നാളെ നേരെയാകും. ഇന്ന് നേരെയാകാത്തത് നാളെ എത്രത്തോളം നേരെയാകും. ഇതാണ് പ്രാർത്ഥിക്കേണ്ട സമയം. ഇതാണ് ഇടിവിൽ നിൽക്കേണ്ട സമയം. ഇതാണ് യാക്കോബുമാരെ കൂടാരത്തിനകത്ത് ചേർത്ത് നിർത്തേണ്ട സമയം. ഹലോ, യാക്കോബുമാരെ കൂടാരത്തിനകത്ത് ചേർത്ത് നിർത്തേണ്ട സമയം ഇതാണ്. ഇതാണ് അവനെ ചേർത്ത് നിർത്തേണ്ട സമയം. ഇതാണ് അവന്റെ ചെവിക്കകത്ത് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ട സമയം. ഇന്നും ഈ ചേർത്ത് നിർത്തിയില്ല എങ്കിൽ ഇനി എന്നും ഈ ചേർത്ത് നിർത്ത്. ഇന്നും ഈ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞില്ല എങ്കിൽ, ഇന്നും ഈ ആശിക്കുന്ന കുടുംബത്തിന് വേണ്ടി കരഞ്ഞില്ല എങ്കിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പാസ്റ്റർ എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, 8ാം ക്ലാസ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, എന്തേ എന്നില്ലാത്ത? നീ യാക്കോബിന്റെ അമ്മ കൂടാരത്തിനകത്ത് ചേർത്ത് നിർത്തിയതുപോലെ നീ ചേർത്ത് നിർത്തിയില്ല. നീ ചേർത്ത് നിർത്തിയില്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ പറയട്ടെ, കല്ല് തലയണയായി ഒരുവൻ വച്ചു കിടക്കാൻ കാരണം, ഒരുവൻ വച്ചു കിടക്കാൻ കാരണം അതിന്റെ പിന്നിൽ ഇടിവിൽ നിന്ന മാതാവുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നും തിരിച്ചറിഞ്ഞില്ലേലും ഇത് നീ തിരിച്ചറിഞ്ഞോണം, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്. എങ്ങനെയും പോയാൽ ദൈവം നമ്മുടെ കൂടെ കാണില്ല. എങ്ങനെയും നിന്നാൽ ദൈവം നമ്മുടെ പക്ഷത്ത് കാണില്ല. നിൽക്കേണ്ട വണ്ണം നിന്നാൽ ദൈവം നമ്മുടെ പക്ഷത്ത് കാണും. നമ്മുടെ തലമുറയുടെ കൂടെ കാണും. നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അവനില്ലേലും അവന്റെ കൂടെ ദൈവം കാണും കേട്ടോ. അവളുടെ കൂടെ ദൈവം കാണും കേട്ടോ. ഇന്ന് പകൽ ആത്മനിറവിൽ ഞാൻ പറയട്ടെ, യാക്കോബിന്റെ കണ്ണിന്റെ മുൻപിൽ ഇതുവരെയും ചേർത്തു നിർത്തി അവന്റെ അമ്മയില്ല. അനുഗ്രഹം നൽകി പറഞ്ഞു വിട്ട അവന്റെ അപ്പനായ ഇസഹാക്കില്ല. പക്ഷെ വചനം പറയുന്നു, 28:13 പറയുന്നു, അവന്റെ കൂടെ എന്റെ ദൈവമുണ്ടായിരുന്നു. കാണാൻ കഴിയാത്ത മേഖലകളിൽ അവൻ വിദ്യാഭ്യാസത്തിന് പോയാല്, കാണാൻ കഴിയാത്ത രാജ്യത്ത് അവൾ ഉപജീവന മേഖലക്കകത്ത് പോയാല്, നീ ദൈവകൃപയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവളെ കാണാ. എന്റെ ദൈവം ഇറങ്ങ് അവളുടെ കൂടെ. അവന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്.
വിവിധ രാജ്യങ്ങളിലിരുന്ന് തലമുറകളെ ഓർത്ത് കരയും ആരേലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ കുഞ്ഞില്ലേലോ, ഇന്ന് പകൽ നീ ദൈവത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവം അവളോട് കൂടെയുണ്ട്, അവന്റെ കൂടെയുണ്ട്. എത്ര വലിയ തീച്ചൂളയുടെ ആഴങ്ങൾക്കകത്ത് അവന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. എത്ര വലിയ സിംഹക്കുടിക്കകത്ത് എന്റെ ദൈവമുണ്ട്. ആരും കാണാത്ത ഏകാന്തതയ്ക്കകത്ത് കരയുന്ന വ്യക്തികളെ ഇന്ന് പകൽ നിന്റെ ഏകാന്തതയ്ക്കകത്ത് എന്റെ ദൈവമുണ്ട്. ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. ധൈര്യത്തോടെ പറ, ദൈവമുണ്ട്. എന്റെ കുഞ്ഞിന്റെ കൂടെ ദൈവമുണ്ട്. എന്റെ കുഞ്ഞിന്റെ കൂടെ ദൈവമുണ്ട്. യാക്കോബിനോട് അമ്മ പറഞ്ഞു, നീ ഹാരാനിലേക്ക് ഓടിക്കോ. ഓ, നീ ഓടിക്കോ, നീ ഓടിക്കോ. അവിടേക്കും എന്റെ ദൈവത്തിന്റെ കര നിന്റെ കൂടെ. അമ്മ, ഞാനിങ്ങനെ സ്നേഹത്തോടെ പറയട്ടെ, ദൈവമുണ്ടെങ്കിൽ ആരില്ലെങ്കിൽ എന്താ? എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ തലമുറകളെ കൂടെ ഉണ്ടെങ്കിൽ ആരിൽ കൂടെ ഇല്ലേലും എന്താ? ഇന്നു പകൽക്കാലം ദൈവമുണ്ടെങ്കിൽ ദൈവം മാത്രം മതി. ദൈവമുണ്ടെങ്കിൽ തീച്ചൂളയ്ക്കകത്ത് നാലാമനായി ഇറങ്ങും. ദൈവമുണ്ടെങ്കിൽ സിംഹക്കുടിക്കകത്ത് ഒന്നാമനായി ഇറങ്ങി സിംഹത്തിന്റെ വായ അടയ്ക്ക്. ദൈവമുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ മുൻപിൽ നിനക്ക് മുൻപായി ഇറങ്ങ്. ദൈവമുണ്ടെങ്കിൽ നിന്റെ മുൻപാകെ ഇറങ്ങി താമ്രവാതിലുകളെയും ഇരുമ്പോടാമലുകളെയും തകർത്തു നിനക്ക് വേണ്ടി വൻ വഴികളെ നിനക്ക് വേണ്ടി ആ മഹാദൈവം നിനക്ക് വേണ്ടി ഒരുക്കില്ലയോ? ഇന്ന് പകൽ ദൈവത്തോട് പറ, എന്റെ കൂടെ ദൈവമുണ്ടായാൽ മതി, വേറെ ഒന്നും കൂടെ ഇല്ലേലും കുഴപ്പമില്ല. ഞാൻ സ്നേഹിച്ചവർ എന്റെ കൂടെ ഇല്ലേലും, ഞാൻ കരുതിയവർ എന്റെ കൂടെ ഇല്ലേലും, കൂടെ കാണുമെന്ന് പറഞ്ഞവർ എന്റെ കൂടെ ഇല്ലേലും, എന്റെ കൂടെ ദൈവമുണ്ടായോ അത് മതി. മഹാദൈവം എന്റെ കൂടെ ഉണ്ടായോ എനിക്ക് സകലമോ എനിക്ക് മതി. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? മഹാദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, സ്നേഹിച്ചവർ നിന്റെ കൂടെ ഇല്ലേലും, നീ കരുതിയവർ നിന്റെ കൂടെ ഇല്ലേലും, അവരുടെ സങ്കടത്തിൽ നീ കരം താങ്ങി ഉയർത്തിപ്പിടിച്ചോ. ഇന്ന് അവർ ഉയർന്നോ. ഇന്ന് നിന്റെ വേദനയിൽ അവർ കൂടെ ഇല്ലേലും, കണ്ടിട്ടും കാണാതെ സഞ്ചരിച്ചാലും, ഇന്ന് പകലിലും ധൈര്യത്തോടെ പറ, ആരെല്ലാം എന്നെ വിട്ടുപോയാലും എൻ്റെ ഊട്ടയവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ മഹാദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ തീച്ചൂള എനിക്ക് വിഷയമല്ല, ഈ പൊട്ടക്കിണർ എനിക്ക് വിഷയമല്ല, ഈ ജയിലറ എനിക്ക് വിഷയമല്ല, ഈ അടിമച്ചങ്ങല എനിക്ക് വിഷയമല്ല. ഒരു നാൾ എൻ്റെ ദൈവം ഒരുക്കുന്ന ഒരു രാജകസേരയിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാവിയെ അവർണ്ണനീയമാക്കി ഇരുത്താൻ അവൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഈ തലമുറയിൽ ഈ ദൂതിനെ പിടിക്കാൻ കഴിയുമെങ്കിൽ ആത്മാർത്ഥമായി പിടിച്ചോണോ. ഇന്ന് പകൽ ദൈവിക ഫേവറുകൾ കൂടാരത്തിന്റെ അരിഞ്ഞിട്ട പുൽ പുറത്തു വീഴുന്ന ഹാർമോണിയം മഞ്ഞുപോലെ ഇന്ന് പകൽ ആ ദൈവിക ഫേവർ ചില കൂടാരങ്ങളുടെ ഇന്ന് പകൽ പൊടിയുകയാണ്. ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആരാധിച്ചോ. ഈ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. പൊട്ടനെ പോലെ ആരാധിച്ചോ, പൊട്ടിയെ പോലെ ആരാധിച്ചോ, പരിമിതികളെ മറമാരാധിച്ചോ. ഇന്ന് പകൽ ഈ ദൂത് നിന്റെ കൂടാരങ്ങൾക്കകത്ത് ആണാണ്. ഇന്ന് പകൽ താഴ്ന്നിറങ്ങുകയാണ്, ആഴത്തിൽ പതിക്കുകയാണ്. കാരണമെന്ത്? നിന്റെ കൂടെ ദൈവമുണ്ട്. എന്നോട് എന്നറിയില്ല, ദൈവസഭയെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. ആമേ 2000
2024 8ാം മാസം ദൈവസഭയ്ക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാ. ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കുന്ന അവിടെ ദൈവമുണ്ടോ? അവിടെ ദൈവമുണ്ടോ? അവിടെ പ്രാർത്ഥനയിൽ ദൈവമുണ്ടോ? അവിടെ ശുശ്രൂഷയിൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ച ചിലവിന്റെ വായെ അടയ്ക്കുന്ന ചില അസാധാരണമായ ദൈവ പ്രവൃത്തി കത്തി തുടങ്ങട്ടെ മുൻഭാഗം മുതൽ പുറകു വരെ. ഓ റീബാരാധ റീമാനാഥ അർത്ഥരവൈഡേ റീബരവച്ചേ റീമാനാഥ അർത്ഥേരീഘ ജഹമാന അർത്ഥമാന റീബാരാധേ. ഓ റീ ഖോ ഷാരാ ഷാരാബാല ധൂരാധാര. ഈ ദൂത് പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഒരുപക്ഷെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നീ വാഹനത്തിലായിരിക്കാം, ഈ പ്രസംഗം കേൾക്കുമ്പോൾ നീ വീട്ടിനകത്തായിരിക്കാം, ഒരുപക്ഷെ നീ കിച്ചനകത്തായിരിക്കാം. ഇമ്മ പകൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞ ഈ ദൂതിനെ പിടിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ ദൈവ നാളെയല്ല ഇന്ന് പകലിറങ്ങും. ഓ ഇന്ന് പകലിറങ്ങ് ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് യാക്കോബേ ഞാൻ തെളിയിക്കാൻ പോകുക. നിന്റെ പക്ഷത്ത് ഞാനുണ്ടെന്ന് യാക്കോബേ ഞാൻ തെളിയിക്കാൻ പോകുക. നിന്റെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തത് മിന്നിലൂടെ പിടിക്കാമെങ്കിൽ പിടിച്ചോ മക്കളെ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. നിന്റെ അപ്പനും അമ്മയും കേട്ട ദൂത് അവരിലൂടെയല്ല, മിന്നിലൂടെ ആമേ. ഭാരതത്തിന്റെ മിഷണറിമാർ കേട്ടത്, അപ്പോസ്തലന്മാർ കേട്ടത് നമ്മളിലൂടെ ദൈവമുണ്ടെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങൾക്കകത്ത് തലമുറകളെ ബന്ധിച്ച് അവിടെ ഭാവികളെ ബന്ധിച്ചൊതുക്കിയ ചില പാരമ്പര്യത്തിന്റെ അടിമനുഖങ്ങള് ആത്മാവിന്നു പകൽ. I rebuke that in the name of Jesus. Oh, Shara, Charadhuri, Charadhare, Tabara. Yes. ദൈവമുണ്ടോ? ദൈവം തെളിയിക്കും. ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കും. ഞാൻ കൊതിക്കുന്നു ഈ വർഷം നമ്മുടെ സഭയോട് കൂടെ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കട്ടെ. നിന്റെ തലമുറയുടെ പാപിക്കകത്ത് നിന്റെ ദൈവമുണ്ടെന്ന് അവരുടെ പാപിക്കകത്ത് ദൈവം തെളിയിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിനകത്ത് ദൈവം തെളിയിക്കട്ടെ. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവം തെളിയിക്കട്ടെ. നിന്റെ അനാരോഗ്യത്തിനകത്ത് ദൈവമുണ്ടെന്ന് ആമേൻ. ആരോഗ്യത്തോടെ
ഹറാമാന. യാക്കോബേ, നീ ഓടി നിന്റെ കയ്യിൽ നിന്റെ തലമേൽ കൈവച്ച് അനുഗ്രഹിച്ച അപ്പന്റെ അനുഗ്രഹമുണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട്. നിന്റെ ജ്യേഷ്ഠനെ പായസത്താൽ കളിപ്പിച്ചെടുത്ത ജ്യേഷ്ഠാവകാശം നിന്റെ കൂടെയുണ്ട്. ഹലോ, ലോകത്തെ ദൂതന്മാർക്ക് കിട്ടാവുന്നതിൽ 2 പ്രധാനപ്പെട്ട കാര്യം ഈ പുള്ളിയുടെ കയ്യിലുണ്ട്. എന്നിട്ടും ജീവനെ ഭയന്ന് ഓടുക. ഓടിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഉലകത്തിലെ അപ്പന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ജ്യേഷ്ഠാവകാശം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തികളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇട്ടുമൂടാൻ പണം കാണുമായിരിക്കും. നിന്റെ കുഞ്ഞിന് കൊടുക്കാൻ നീ സമ്പാദിച്ചു പലതും വച്ചിട്ടുണ്ടായിരിക്കും. യാക്കോബിന് ഇതെല്ലാം കിട്ടിയവാ. യാക്കോബിനൊരു കാര്യം മനസ്സിലായി. ഉലകത്തിന്റെ അപ്പന്റെ അവകാശത്തേക്കാൾ, അനുഗ്രഹത്തേക്കാൾ, ജ്യേഷ്ഠാവകാശത്തേക്കാൾ വലുത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവം എന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായ ഒരു കാര്യമില്ല. ലോകത്തെമ്പുണ്ടായാലോ ദൈവമില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അമ്മ ബഹ്റിനിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ വീട്ടിനകത്ത് ഒന്നിനും കുറവില്ല. എൻ്റെ ഭർത്താവിന് ഏകദേശം 10 ലക്ഷം രൂപയോളം ഒരു മാസ സാലറി ഉണ്ട്. ഞാൻ ആരും അറിയാതെ ഒളിച്ചുപോയി സ്നാനവും പെട്ടു. പാസ്റ്റർ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി പാസ്റ്റേ, ലോകത്തിൽ എന്ത് നന്മയുണ്ടായാലും, വലിയ വീടുണ്ടായാലും, കാറുണ്ടായാലും, പൈസയുണ്ടായാലും, സമാധാനമില്ലെങ്കിൽ ഒന്നുമില്ല. സമാധാനം നഷ്ടപ്പെട്ടവരാരേലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെട്ടവരാരേലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്നു പകൽ നിന്നോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. ആമൻ. ദൈവം നിന്റെ കൂടെയില്ല. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവർ God is the God of peacemaker. അവർ സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്റെ ദൈവം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്. ഇന്ന് പകൽ ഈ ലോകത്തിൽ എത്ര നന്മ കിട്ടിയാലും നിനക്കാർക്കും തരാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. അത് തരാൻ കഴിയുമോ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ യേശുവാണ്. കാരണം അവർ God is the God of peacemaker. ചെറ്റപ്പുരയിലാണേലും ഷീറ്റിട്ട വീടിനകത്താണേലും 4 നേരം ആഹാരം കഴിക്കാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ദൈവമുണ്ടാ. നിന്റെ കൂടെ ദൈവമുണ്ട്. ഒരുവൻ ഓടുക, അപ്പന്റെ അനുഗ്രഹമുണ്ട്, ചേട്ടന്റെ ജ്യേഷ്ഠാവകാശമുണ്ട്. ഇതൊക്കെ കൊണ്ട് ഓടുക, അവന് സമാധാനമില്ല. അവന് സമാധാനമില്ല. അവന്റെ ഹൃദയത്തിനകത്ത് മരണഭയമാണ്. ദൈവം ജീവനെ വസിക്കും. ഹൃദയത്തിനകത്ത് മരണഭയമല്ല, നിത്യജീവനെ കുറിച്ചുള്ള തുടിപ്പാണ്. ഹലോ, നിത്യജീവനെ കുറിച്ചുള്ള തുടിപ്പാണ് ഉണ്ടാകുന്നത്. ഇന്ന് പകൽ മരണഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരുവൻ കണ്ടോ, ജ്യേഷ്ഠൻ കൊന്നുകളയുമെന്ന് വിചാരിച്ചു മരണഭയത്തോടെ ഓടുക. ഇന്ന് പകൽ മരണഭയത്തോടെ ആരേലും ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ മരണഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. മരണഭയം നൽകുന്നവനല്ല എൻ്റെ ദൈവം. ആമേൻ. മരണത്തിനകത്ത് പ്രത്യാശയോടെ നിൽക്കുക. നിത്യജീവൻ നമ്മിൽ വെളിപ്പെടുത്തുന്നവനാണ്
ദൈവമാണ് ദൈവം. അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുമവ ക്രിസ്തുവോ, മരിക്കുമവ ലാഭമോ. മരണം ലാഭമെന്ന് പറയാൻ തന്റെ ഇളമുള്ള ഇന്ന് ഇതിനകത്തും ഭക്തന്മാർ കുറഞ്ഞു എങ്കിലും പിതാക്കന്മാർ ഇന്നും തന്റെ ഇടത്തോടെ പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഒരുവൻ മരണഭയത്താൽ ഓടുകയാണ്. ഓടി ഓടി സൂര്യൻ അസ്തമിച്ചപ്പോ, എന്റെ പ്രസംഗഭാഗത്തിലോട്ട് എത്തുന്നതേ ഉള്ളൂ. സൂര്യൻ അസ്തമിച്ചപ്പോൾ കല്ലുകളിലൊന്ന് എടുത്ത തലയണയായി വച്ചോ, അതിൻ്റെ പുറത്ത് തല വച്ചു. ഹലോ, ശ്രദ്ധിച്ചേ. ഓടിയപ്പോൾ ഹൃദയത്തിനകത്ത് മരണഭയമായിരുന്നു. സൂര്യൻ അസ്തമിച്ചു. ആമേ, ഇന്നത്തെ പോലെ LED ലൈറ്റുകളൊന്നുമില്ല. സൂര്യൻ അസ്തമിച്ച അവിടെ കിടക്കണം, അതാ പ്രമാണം. അവിടെ കിടന്നുറങ്ങും, അതാണ് സാഹചര്യം. സൂര്യൻ അസ്തമിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോ അവൻ വീട് വിട്ടിട്ട് കുറെ നാളായി, കുറെ മൈലായി, കുറെ കിലോമീറ്ററായി. ഓടി ഓടി വന്നപ്പോ അവൻ മുന്നിലോട്ടും പോകാൻ കഴിയുന്നില്ല, പുറകിലോട്ടും തിരിഞ്ഞു പോകാൻ കഴിയാതെ ഹൃദയത്തിനകത്തും മരണഭയത്താ ഒരുവൻ അന്വേഷിക്കുകയാണ്. എന്റെ മരണഭയത്തിനകത്ത് എനിക്കൊന്ന് കിടന്നുറങ്ങ, ഒരു കല്ല് കിട്ടിയാലെന്ന് കരുതി അവിടെ കിടന്ന കല്ലുകളിൽ ഒന്ന് അവൻ എടുത്തു വച്ചു. തലേണയായി വച്ചു കിടന്നുറങ്ങിയപ്പോ ആ കല്ലിന്റെ മേൽ അവന്റെ തല ചായ്ച്ചു വച്ചു. കിടന്ന സമയം മുതൽ അവൻ ഇന്നുവരെയും കിട്ടാത്ത ഒരു സമാധാനം അവിടെ വെളിപ്പെട്ടു. കാരണം വേറെയൊന്നുമല്ല, അവൻ തലേണയായി വച്ച കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ആ കല്ല് ചില കമൻട്രികൾ പറയുന്നു ക്രിസ്തുവിന് നിഴലായിരുന്നു, യേശുവിന് നിഴലായിരുന്നു. അവൻ വച്ച കല്ല് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവായിരുന്നു. ഇന്ന് പകൽ ലോകം തരാത്ത സമാധാനം, കുടുംബം തരാത്ത സമാധാനം, നിന്റെ കയ്യിലുള്ള പണം തരാത്ത സമാധാനം നിനക്ക് ലഭിച്ചത് ഈ കർത്താവിനെ കിട്ടിയത് കൊണ്ടല്ലേ, ഈ ദൈവത്തെ കിട്ടിയത് കൊണ്ടല്ലേ, ഇത് അർഹതയില്ലാത്തതല്ലേ, ഇത് ലഭിച്ച ധന്യമേ, ഭാഗ്യമല്ലേ. ആരാമണധര ഈ വേദപുസ്തകം കൊണ്ടുവന്നവരെല്ലാം ഒന്ന് എടുത്താട്ടെ, ഒന്ന് തലയുടെ മുകളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്റെ വീട്ടിനകത്ത് സമാധാനം കൊണ്ടുവന്നത് ഇതാ. ഇത് ഞാൻ എന്നെടുത്തോ അന്ന് എന്റെ വീട്ടിനകത്തുള്ള എന്റെ മരണഭയം മാറി, എന്റെ വീട്ടിനകത്തുള്ള മിമ്മ മാറി, എന്റെ വീട്ടിനകത്തുള്ള ശാപത്തിന്റെ കെട്ടുപറ്റി, പാപത്തിന്റെ കെട്ടുപറ്റി. ഇത് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറ. കാരണം ഇത് വന്നവാ നമ്മിൽ വെളിപ്പെട്ട ക്ഷമ. യാക്കോബേ അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടിയത് മുതൽ ഈ ലൂസിൽ വന്ന് കല്ലെടുത്തു വച്ച് കിടക്കുന്നത് വരെയും നിന്റെ ഹൃദയത്തിൽ മരണഭയം ഇല്ലായിരുന്നോ? എന്റെ ജ്യേഷ്ഠനെ കൊല്ലുമെന്ന ഭയമല്ലായിരുന്നോ? ഇന്ന് പകൽ ആരോടൊക്കെ ചോദിക്കുക, ഈ പള്ളിയുടെ മുറ്റത്ത് വരുന്നതിന് മുമ്പ്, ഈ ദേവാലയത്തിന്റെ വാതിൽ തുറന്നകത്തു കയറുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനകത്ത് 100 ചോദ്യമില്ലായിരുന്നു. എന്റെ മാളയമ്പമ്മ, എന്റെ മക്കളുടെ ഭാവിയമ്പമ്മ, എന്റെ മിലമിൽപ്പന്തമ്മ ഇവിടെ വന്ന് കയറി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോ നിന്നിൽ വെളിപ്പെട്ടതല്ലേ നിനക്കുള്ള വിടുതൽ. ഇന്ന് പകൽ ഇതിനകത്ത് വന്ന് കയറിയത് കൊണ്ടല്ലേ ദൈവം നിന്നെ ഇത്രയും ഉയർത്തിയത്, നിലനിർത്തിയത്. ഈ 2024 ജൂലൈ 7 ഈ മൈക്ക് എടുത്തു വച്ച് പ്രസംഗിക്കാൻ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെളിപ്പെട്ട ദൈവകൃപയാ. സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെളിപ്പെട്ട ദൈവകൃപയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ,
എന്റെ മരണക്കിടക്ക മാറിയവ ഞാൻ എന്റെ യേശുവിനെ കണ്ടതുകൊണ്ട്. ഒരു കമന്ററിയിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: യാക്കോബ് കല്ല് തലയിണയായി വച്ച് കിടന്നപ്പോൾ അവൻ അറിഞ്ഞില്ല അവൻ തല വച്ചത് സ്വർഗത്തിന്റെ ഉടയവനായവന്റെ നെഞ്ചത്താണ്. ഞാനിത് പൊട്ടത്തനം പറയുന്നതല്ല, ഞാൻ കമന്ററികളിൽ നിന്ന് ഇതിന്റെ ആഴങ്ങൾ പഠിച്ചിട്ട് പ്രസംഗിക്കുക. പഴയ നിയമത്തിൽ ആ കല്ല് ക്രിസ്തുവിന് നിഴലായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ യുഗങ്ങളുടെ പാറയായവൻ മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തന്നെത്താൻ ത്യജിച്ച് ദാസരൂപമെടുത്ത ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, കടൽക്കരയിലൂടെ നടന്നുപോയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവനെ അനുഗമിച്ചു. അവന്റെ പേരാണ് യോഹന്നാൻ. കേട്ടോണേ, യാക്കോബ് പഴയ നിയമത്തിൽ കല്ലിൽ തലയണ വച്ചാമേ കല്ല് തലയണയായി വച്ചു കിടന്നുറങ്ങിയെങ്കിൽ, പുതുനിയമത്തിൽ വചനത്തിൽ പറയുന്നു യോഹന്നാൻ ക്രിസ്തുവിന്റെ മാറോട് ചാരിക്കിടന്നു. ഇന്നു പകൽക്കാലം ആർക്കാ വിടുതൽ? ആർക്കാ വിടുതൽ? കല്ല് കണ്ടിട്ട് തിരിഞ്ഞു പോകുന്നവർ കല്ലിനെ ചേർത്ത് പിടിച്ച് കല്ലിനോട് ചേർന്നിരിക്കുന്ന ദൈവമായൊരു കൂട്ടായ്മ ബന്ധമുള്ള ഒരു മണിവിനകത്തുണ്ടോ അവന് വിടുതലുണ്ട്. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. യാക്കോബ് ചേർന്ന് കിടന്നത് ക്രിസ്തുവിനോടാ. ഇനിയുള്ള 3 കാര്യങ്ങൾ പ്രവചനദൂത പിടിക്കാമെങ്കിൽ പിടിച്ചോ. ദൈവമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ കേട്ടോ, ആ ലൂസിൽ കല്ല് തലയണയായി വെച്ചപ്പോ ഒരുവന് വേണ്ടി സ്വർഗം തുറന്നു. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്തു. അടുത്ത അവിടെ നടന്ന ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, ദൈവം അവന്റെ പേര് മാറ്റി. യാക്കോബ് എന്ന വാക്കിനർത്ഥം ഉപായി. ദൈവം അവന്റെ പേര് മാറ്റി. തൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ. ഇന്നു പകൽ നീ ദൈവത്തോട് കൂടെ നടക്കുന്ന പിതാവിന്റെ തലമുറയാണോ? നിന്റെ പേര് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല, അത് അവർണ്ണനീയമാണ്. ഉയർത്തുന്നവൻ എന്റെ ദൈവമാണെങ്കിൽ ഇന്നു പകൽ ഞാൻ കൊതിക്കുന്നു നമ്മുടെ സഭയുടെ പേര് ദൈവം മാറ്റുന്ന പകലായി മാറട്ടെ. ഓ ശബര, അത് സംഭവിക്കും കേട്ടോ, അത് സംഭവിക്കും. കാലത്തിന്റെ തികവിൽ ചില തലമുറകളുടെ പേര് മാറ്റും, ചില തലമുറകളുടെ പേര് മാറും, ചില തലമുറകളുടെ ആരോടും അറിയില്ല, ദൈവമാണോ പ്രവചിക്കാൻ അറിയുക. യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കിയതുപോലെ ചില കൂടാരങ്ങൾക്കകത്തുള്ള കൈമാറി വന്ന ചില പാപത്തിന്റെ നിഗൂഢമായ കെട്ടുകളെ പൊളിച്ച് ചില തലമുറകളെ ദൈവമാ പൊളിച്ചു കൊണ്ടുവന്ന് പട്ടണങ്ങളുടെ നടുവിൽ നിർത്തി അവിടെ പേര് വലുതാകാൻ പോകുക, അവിടെ പേര് വലുതാകാൻ പോകുക. പിടിക്കാമെങ്കിൽ പിടിച്ചോ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തലമുറയുടെ പേര് എന്റെ ദൈവം വലുതാക്കും, വലുതാക്കും. പേര് മാറും, പേര് മാറും, നീ ആള് മാറും, ആള് മാറും. വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ?
ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് ദൈവാത്മാവ് കൂട്ടമായി സഭയെ ഈ ആളുകൾ ദൈവാത്മാവ് റിസ്റ്റോർ ചെയ്യുക, ദൈവാത്മാവ് റിസ്റ്റോർ ചെയ്യുക, ദൈവാത്മാവ് റിസ്റ്റോർ ചെയ്യുക. വലിയൊരു അഭിഷേകം ഇതിനകത്ത് കൈമാറുക. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. യൗവനക്കാർ എന്നെ കാണുന്നവർ വിവിധ പട്ടണങ്ങളിൽ ഇരുന്ന് പിടിക്കാമെങ്കിൽ പിടിച്ചോ. നിന്റെ ഇമ്മലകളുടെ കൂടാരത്തിനകത്ത് നീ ചുമം മടന്ന പേരല്ല, നിന്റെ പേരു മാറാൻ പോകുന്നു. അർത്ഥമാന അർത്ഥരേത് റീമനാഥ. പേരുമാറുന്നു, പേരുമാറുന്നു. പ്രിയരെ ശ്രദ്ധിച്ചു കേട്ടോ. അവൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ അവന്റെ പേര് മാത്രമല്ല ദൈവം മാറ്റിയത്, അവൻ കിടന്ന സ്ഥലത്തിന്റെ പേര് മാറി. സ്തോത്രം പറഞ്ഞില്ല. നീ പാർക്കുന്ന സ്ഥലത്തിന്റെ പേര് മാറും. നിന്റെ സഭ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് മാറും. നിന്റെ തലമുറ പാർക്കുന്ന ഇടത്തിന്റെ പേര് മാറും. വിശ്വസിക്കാമെങ്കിൽ ഒരു പ്രവചനം ഞാൻ പ്രവചിക്കുക. ആ പേര് നിന്റെ തലമുറയുടെ പേരിൽ അറിയപ്പെടട്ടെ. ആ പട്ടണം നിന്റെ സഭയുടെ പേരിൽ. ഓ ശബരാധരാധര, ഓ റിബരാധരഘമാന, ഓ ജീഖമാനാഥേ. ദേശത്തെ അടക്കി വാഴുന്ന ദുരാത്മമണ്ഡലത്തിന്റെ പേരിലല്ല നീ പാർക്കുന്ന പട്ടണം അറിയേണ്ടത്. അഭിഷേകമുള്ളവന്റെ പേരിൽ, അഭിഷേകമുള്ള സഭയുടെ പേരിൽ നിന്റെ പട്ടണം അറിയ. പിടിക്കാമെങ്കിൽ ദൂത് പിടിച്ചോ. ശരാധരാറമാരമ അർത്ഥമാന ധൂരാധാര, അർത്ഥമാന ധാര 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 ധാര. ഓ ഓ ശരീരമാന. അത് സംഭവിക്കും കേട്ടോ, സംഭവിക്കും കേട്ടോ. പിടിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദൂതിന് ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവിക വ്യവസ്ഥയിൽ നിൽക്കുന്ന, ദൈവിക ആമേൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ തലമുറകളുടെ പേരിൽ അവരുടെ പട്ടണങ്ങൾ അറിയപ്പെടട്ടെ. ഞാൻ കൊതിക്കുന്നു. ഏതോ ദുരാത്മാവിന്റെ പേരിലല്ല, ആമേൻ ഏതോ മന്ത്രവാദിയുടെ പേരിലല്ല, ഏതോ കുടിയിരിപ്പിന്റെ പേരിലല്ല. പട്ടണങ്ങളെ അറിയേണ്ടവ, പട്ടണങ്ങൾ അഭിഷിക്തന്മാരുടെ പേരിൽ അറിയട്ടെ. അഭിഷിക്തന്മാരുടെ അതിന്റെ പേരാണ് ഉണർവ്, അതിന്റെ പേരാണ് ഉണർവ്. അത് സംഭവിക്കണമെങ്കിൽ ജനം കൂട്ടം കൂട്ടമായി അവരുടെ പാപത്തെ പറ്റി തിരിച്ചറിഞ്ഞ് കൂട്ടം കൂട്ടമായി ദൈവിക വ്യവസ്ഥയിൽ വരണം. അത് സംഭവിച്ചോ ആ പട്ടണം പിടിക്കപ്പെടും. ആ പട്ടണം പിടിക്കപ്പെട്ടോ ശരാധ ശരാധര. അവന്റെ പേർ ഞാൻ വിശ്വസിക്കുന്നു മാറിയപ്പോൾ ആ പട്ടണത്തിന്റെ പേർ അവനിടുകയാണ്. ആ കല്ലിൽ എണ്ണ ഒഴിച്ച് ഈ സ്ഥലത്ത് ദൈവമുണ്ടെന്ന് പറഞ്ഞ അവൻ ബഥേലെന്ന് പേരിട്ടു. കഥയുണ്ടോ? നിന്റെ നാവ് ചില പട്ടണങ്ങൾക്ക് പേരിടട്ട, ചില തലമുറകൾക്ക് പേരിടട്ട, ചില ദേശങ്ങൾക്ക് പേരിടട്ട. ഓ
അത് ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം ചെയ്യും. യാക്കോബ് കല്ല് തലകണയായി വെച്ച് കിടന്നപ്പോ രണ്ടാമത് അവനിൽ വെളിപ്പെട്ട കാര്യം ശ്രദ്ധിച്ചേ. വചനം പറയുന്നു, നീ കിടന്ന ഈ സ്ഥലം, നീ പേരിട്ട ഈ സ്ഥലം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായി തരും. നീ മരണഭയത്താൽ ഏകാന്തതയ്ക്കകത്ത് കരഞ്ഞുകൊണ്ട് കല്ല് തലയണയായി വച്ച് കിടമില്ല ഈ സ്ഥലം. ആരും നിന്റെ കണ്ണുനീർ കണ്ടില്ലല്ലോ, ആരും നിന്റെ വേദന കണ്ടില്ലല്ലോ, ആരും നിന്റെ ഏകാന്തത കണ്ടില്ലല്ലോ. കണ്ടവൻ പറയോ, ഇത് നിനക്ക് അവകാശമാണ്. നീ കരഞ്ഞതും നീ അധ്വാനിച്ചതും നീ ഇടിവിൽ നിന്നതും നീ അനേകരെ രക്ഷിച്ചതും ഇല്ലായ്മയിൽ നിന്ന് അനേകർക്ക് കൊടുത്തതും അനേകരെ നല്ല വഴിയിൽ നടത്തിയതും ലോകത്തിലെ ആരും കണ്ടില്ലേലും കണ്ടവൻ പറയുക, യാക്കോബേ, ഈ മണ്ണിലല്ലേ നീ ഏകാന്തതയിൽ കരഞ്ഞുകൊണ്ടൊരു രാത്രി കിടന്നത്? അതേ മണ്ണ് ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്ക് അവകാശമാക്കി തരും. പാസ്റ്റർ, എന്റെ ദൈവം അങ്ങനെ തരുവോ? ഞാൻ കരഞ്ഞ ദേശം എനിക്ക് തരുവോ? വിശ്വസിച്ചാൽ എവിടെ കരഞ്ഞോ, എവിടെ വിലപിച്ചോ, ഏത് മണ്ണിൽ കാലുകുത്തി നിന്ന് നീ വേദനപ്പെട്ടോ, ഏത് വീട്ടിന്റെ മണ്ണിൽ നിന്ന് നീ കരഞ്ഞോ, അത് നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായി. ഇത് പിടിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ പിടിക്കുക. ഇന്ന് പകൽ ഈ ദൂത് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുമോ, ഈ അമ്പിയർ കോടദേശോ അത് ഞങ്ങൾക്ക് അവകാശം. ഒന്ന്, സ്ഥലത്തിന്റെ പേര് മാറി. രണ്ട് അവൻ കിടന്നുറങ്ങിയ സ്ഥലം അവനും അവന്റെ സന്തതികൾക്കും ദൈവം കൊടുക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞു. 3, ദൈവവചനം പറയുന്നു, യാക്കോബേ, നീ ഇവിടെ നിന്ന് നിനക്കൊരു യാത്രയുണ്ട്. നീ പോകുന്നത് ഒറ്റയ്ക്കല്ല. അപ്പൻ്റെ വീട് തൊട്ട് ഇവിടം വരെ ഒറ്റയ്ക്ക ഓടിയത്. ഇവിടം തൊട്ട് നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ നിന്റെ കൂടെ വരും. 3-ാമത്തെ വാക്യത്തിൽ I am with you. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവിടം തൊട്ട് പത്തനാരാമിൽ നിന്റെ അമ്മായിയപ്പന്റെ വീട്ടിൽ വരെ ഞാൻ നിന്റെ കൂടെ. ശ്രദ്ധിച്ചേ, അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നിന്റെ കൂടെ വരും, പക്ഷേ അവിടെ ഞാൻ നിന്റെ കൂടെ കാണും. അവിടെ ഞാൻ നിന്നെ നിർത്തില്ല. ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരും. ഞാൻ നിന്നെ മടക്കിക്കൊണ്ടുവരും. ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ നിന്റെ കൂടെ മടക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അബ്രഹാമിനോട് ഈശാക്കിനോട് വാഗ്ദത്തം ചെയ്തു, രാജ്യം പട്ടണമല്ല, ദേശമല്ല, രാജ്യം. ഞാൻ
പട്ടണമല്ല നിന്നിലൂടെ സ്ഥാപിക്കുന്നത്. നിന്നിലൂടെ സ്ഥാപിക്കുന്നത് ഒരു ദേശമല്ല, ഒരു രാജ്യം ഞാൻ സ്ഥാപിക്കും. ഞാൻ ആ രാജ്യം പണിയുക. ആരോടൊക്കെ ദൈവമോ പ്രവചിക്കുക, കുഞ്ഞേ ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവരാജ്യം പണിയുക. I will build a tabernacle. ദൈവാലയം പണിയുക. ഹലോ, ഞാൻ നിന്റെ കൂടെ വരും. ഒരു വടിയായിട്ടാ നീ പോകുന്നേ, നീ തിരിച്ച് രണ്ട് കൂട്ടമായി വരും. മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും. ഈ ദൂത് പിടിക്കാൻ കഴിയുമോ? ശൂന്യതയെന്നാ തുടങ്ങിയപ്പോ ദൈവം കരം പിടിച്ചു. തിരിച്ചു മടക്കി കൊണ്ടുവന്നപ്പോഴും ദൈവത്തിന്റെ കാര്യമാമന്റെ കൂടെയുണ്ട്. എന്നിട്ട് ദൈവം പറയുക, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും പറയാൻ പറഞ്ഞ അവൻ പണിയുമെന്ന് പറഞ്ഞ രാജ്യമില്ലേ, അത് ഞാൻ നിന്നിലൂടെ പണിയും. തലമുറകളെ നോക്കി പ്രവചിക്കുക, നിന്നിലൂടെ പണിയും. നിന്റെ മക്കളിലൂടെ പണിയുക, നിന്റെ തലമുറയിലൂടെ പണിയോ. നിന്റെ ശാപം അബ്രഹാമിനോട് പണിയുമെന്ന് പറഞ്ഞത് അക്ഷരീര്യമായ രാജ്യമാണ്. ഈ ദൂത് കേട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അബ്രഹാമിനോട് പണിയുമെന്ന് പറഞ്ഞത് അക്ഷരീര്യമായ രാജ്യമാണ്. അതിന്റെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നു. 47 മടക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യം ഇന്നും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതുനിയമത്തിൽ നമ്മളോട് പണിയാൻ പറഞ്ഞ രാജ്യം അക്ഷരീര്യമായ ഒരു രാജ്യമല്ല. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പോകണം, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം, അനേകരെ സ്നാനപ്പെടുത്തണം. എന്നിട്ട് പറയുക, യു നീഡ് ടു ബിൽഡ് ദി കിങ്ഡം ഓഫ് ഗോഡ്. നീ ദൈവരാജ്യം പണിയണം. ഇന്ന് പകൽ ദൈവം നമ്മുടെ കൂടെ വരുന്നത് ദൈവരാജ്യം പണിയാനാ. ഈ തലമുറയിൽ ഞാൻ കൊതിക്കുന്നു, ഭാരതത്തിന്റെ മണ്ണിൽ ദൈവരാജ്യം പണിയുമ്പോ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ. ഹലോ, നമുക്ക് നന്മ തരുന്നത്, നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത്, നമ്മുടെ തലമുറകളെ ദൈവം മാനിക്കുന്നത്, ഒന്നുമില്ലാതെ ഒരു വടിയുമായി പോയവനെ 2 കൂട്ടമായി മടക്കി കൊണ്ടുവന്നത് രാജ്യം പണിയാനാ. ദൈവരാജ്യം പണിയണം. ഇന്ന് പകൽ കൊതിക്ക, ഈ അന്ത്യർക്കോണം കൊണ്ട് ഒതുങ്ങരുത്. അയ്യോ, ഉള്ളൂര് കൊണ്ട് ഒതുങ്ങരുത്. ദൈവരാജ്യം പറയണ, മൂക്കിലെ ശ്വാസം എന്ന് നിലയ്ക്കുമോ അതുവരെ ദൈവരാജ്യ പണിയണമെന്ന് പറഞ്ഞോ. 1000കണക്കിന് പേർ രക്ഷയുടെ സന്ദേശം അറിയോ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുത. നിന്നിൽക്ക് ലഭിച്ച നന്മ, നിനക്ക് ലഭിച്ച അനുഗ്രഹം, അതൊരു കാരണമായി മാറണം. അങ്ങനെ നീ ദൈവരാജ്യം പണിതാൽ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ്, തെളിവൊന്നും ചോദിക്കരുത്, നീ അങ്ങനെ ഒരു ദൈവരാജ്യം പണിതാൽ ആ രാജ്യം പണിയുന്നിടം 1000 ആണ്ട് വാഴ്ചയിൽ അധികാരത്തോടെ ദൈവം തരും. അവിടെ വാഴാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവ് എവിടെ നിന്നെ അനുഭവിച്ചോ അവിടെ തലസ്ഥാനമാക്കി കർത്താവ് വാഴുന്നെങ്കിൽ, പൗലൂസ് എവിടെ കഷ്ടത കൂടെ അനുഭവിച്ചോ, അനുഭവിച്ച കഷ്ടതയുടെ ആഴം കൂടുന്നെടുത്ത് പൗലൂസിന് വേണ്ടി ദൈവിക സിംഹാസനം ഇരുത്തുമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ ദൈവരാജ്യത്തിന് വേണ്ടി നീ മുതൽ കൊടുത്തോ, ചിലവിട്ടോ, അവിടെ ദൈവം നിന്റെ കസേര ഉറപ്പിക്കും. അതാണ് പറഞ്ഞത്, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും. കടുക്കല മൂടാമോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ?
ഒരു 3 കാര്യം കൂടെ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. എനിക്കറിയാം എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഒറ്റ പ്രാർത്ഥന. ഫാദർ, we need your grace. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ കൃപ വേണം. മാറോട് കരമൊന്ന് ചേർത്ത് പിടിച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വലിയ ജൽപ്പനങ്ങളല്ല, ഹൃദയ നുറുക്കത്തോടുകൂടെയുള്ള ഒരു വാക്ക്. യാക്കോവിന്റെ ജീവിതം മാറ്റിയത് അപ്പന്റെ കൂടാരം വിട്ടിറങ്ങി ഓടിയതല്ല, അമ്മയുടെ വാക്ക് കേട്ടതുമല്ല. അവൻ ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന അതേ സ്ഥലത്ത് ചെന്ന് കിടക്കാൻ ഇടയായതാണ്. കൂടപ്പുറപ്പേ, നിന്റെ സ്ഥിതി മാറിയതേ ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് നിനക്ക് കയറി വരാനിടയായതാണ്. ഒരുപക്ഷെ ആലയത്തിലായിരിക്കാം, ഒരുപക്ഷെ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലായിരിക്കാം, ഒരുപക്ഷെ ഏതോ മാധ്യമത്തിലൂടെ നീ സുവിശേഷം കേട്ടപ്പോഴായിരിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിര, അവിടെ കിടന്നതാ, അവിടെ കയറി നിന്നതാ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒറ്റ പദം. ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. പക്ഷെ ഒന്നുമില്ലാത്തവനെ സകലതുമുള്ളതുപോലെ കൂടെ നടന്നു മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവർത്തിയുണ്ട്. ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. കൃപയുടെ ഉറവിടമേ, ഹൃദയം തുറന്നെന്ന് പറഞ്ഞാൽ കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ ഇന്ന് പകൽ അത് കൊതിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, ഓ കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ, തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ.
സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മ കണ്ണുകളാലെ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായി, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരത്തുന്ന അന്തരീക്ഷത്തിൽ ഒരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മ കണ്ണുകളാ. ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ഓ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ മക്കൾക്ക്. കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ, കൃപവേ നാമപ്പ. ദൈവകൃപ ഇന്നു പകൽ ആഴമായി തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ദൈവസഭയുടെ മേൽ ഇന്നു പകൽ അളവില്ല, അളവറ്റ ദൈവകൃപ, അളവറ്റ unmeasurable grace. Pour out your spirit, Saramana Raja ജ്യോതിഷുകളെ പോലെ പ്രകാശിപ്പാൻ ശരാധരന്റെ രേഖമാന ശരൈഖോ ഹിദാമന അർത്ഥുരാനകൽഖമ. ഒരു നിമിഷം ദൈവസനം ഇരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ദശാംശമായി, വഴിപാടായി, നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഓഫറുകളും തൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒരു നിമിഷം കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. 1000 മടങ്ങ് കൊയ്യുവാനിട വരുത്തണമേ. ഈ ഉയർത്തിപ്പിടിച്ചിരുന്ന കരങ്ങളെ നീ കാണുന്നു. ഓൺലൈനിലൂടെ അമേൻ ഓഫറിങ്ങുകൾ അർപ്പിക്കുന്നവരെ നീ കാണുന്നു. മഹത്വത്താൽമോടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.